ജനുവരി മാസം 18-ാം തീയതി മുതൽക്ക് 24-ാം തീയതി വരെയുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 3ഉം 4ഉം പാദങ്ങളും ചോതിയും വിശാഖം 1, 2, 3 പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ്. 4-ാം ഭാവത്തിൽ ഈ 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. ചില ഇവരെ സംബന്ധിച്ചിടത്തോളം വീട് സംബന്ധിച്ചോ ജോലി സംബന്ധിച്ചോ ജോലിയുടെ സ്ഥാനം സംബന്ധിച്ചും ഒക്കെ ചില മാറ്റങ്ങൾ, ചിലപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക, അഥവാ ബിസിനസ് മറ്റും ചെയ്യുന്നവർക്ക് ഒരു കോൺട്രാക്റ്റ് നടത്തിക്കൊണ്ടിരുന്ന അഥവാ ബന്ധങ്ങളുണ്ടായിരുന്ന ചില കമ്പനികൾ വിട്ട് മറ്റു ചില മേഖലകളിലേക്ക് പ്രവർത്തനം മാറ്റുക, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനം സംബന്ധിച്ചും ഒക്കെയുള്ള ചില കൂടുതൽ ചിലവുകൾ, വീട് സംബന്ധിച്ചും വീടിൻ്റെ റിപ്പയർ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പണികൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചിലവുകൾ അവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് രോഗം നോക്കുകയാണെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നട്ടെല്ലിനും ഒക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് പരിഹരിക്കാൻ ഓരോരുത്തരും, കുടുംബത്തിലുള്ള ഓരോരുത്തരും ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും മറ്റും പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാലക്ഷ്മിയെ പൂജിക്കുക, ലക്ഷ്മി മന്ത്രം ദിവസേന ജപിക്കുക, അഥവാ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക, ശുക്രനെ പൂജിക്കുക, അഥവാ ശുക്രൻ്റെ മന്ത്രം ശുക്രായ നമഃ എന്ന ചുരുക്കത്തിലുള്ള മന്ത്രം എങ്കിലും 16 പ്രാവശ്യം വെച്ച് ദിവസേന ജപിക്കുക ഒക്കെ നല്ലതാണ്. സ്ത്രീകളെ, മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് ദാനം ചെയ്യുക, അവരുടെ അനുഗ്രഹം തേടുന്നതും നല്ലതാണ്. വെളുത്ത വസ്ത്രം ധരിക്കുന്നതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ്. ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത്, അവനവനെ അറിയുന്നത്. അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ, ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്, പലതരത്തിലുള്ള അവതാരങ്ങൾ, പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട്. ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും തന്നെ ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി. എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും, ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വരഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ. അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും, അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ, ശിവക്ഷേത്രത്തിലാകട്ടെ, ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ, അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി വന്ദനത്തോടു കൂടിയാണ്. അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ച് അതിന് ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് അനുഗ്രഹ കലകളും. ആ ദേവൻ്റെ അനുഗ്രഹ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നതും ഒരു താന്ത്രിക സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത്. ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ, അതായത് ഏത് തരത്തിലുള്ളവർക്കും, സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറുതായിട്ടുള്ള കുട്ടിക്കും യോഗ അവസ്ഥയുടെ അങ്ങേയറ്റത്ത്, പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം. എന്ന് മാത്രമല്ല, ഇത് ലോകമെമ്പാടും ഒരു കാലത്ത് ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ ഗണേശ തത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.